തിരുവനന്തപുരത്ത് ഹോട്ടലിന് ബോംബ് ഭീഷണി. ഫോർട്ട് മാനുവർ ഹോട്ടലിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം വന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഇത് എവിടെയാണ് തിരുവനന്തപുരത്ത് ഈ ഹോട്ടൽ നിൽക്കുന്നത്? ഒപ്പം തന്നെ ആ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് എന്താണ്? മനു, ഏതായാലും തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപമായിട്ടാണ് ഈ ഒരു ഫോർട്ട് മാനൂർ എന്ന് പറയുന്ന ഹോട്ടൽ ഉള്ളത്. ഈ ഹോട്ടലിലേക്ക് വന്ന ഇമെയിലിലാണ് ഈ ഒരു ഭീഷണി സന്ദേശമുള്ളത്. അതായത് മനുഷ്യ ബോംബിലൂടെ ഈ ഹോട്ടൽ തകർക്കും എന്നാണ് നിലവിൽ ഈ ഒരു ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. ഫോർട്ട് പോലീസ്, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, ബോംബ് സ്ക്വാഡ് എന്നിവ അടിയന്തരമായി തന്നെ സ്ഥലത്തെത്തുകയും ഇപ്പോഴും പരിശോധന തുടരുകയുമാണ്. അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതുവരെയുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ ഒരു ചടങ്ങ്, അതായത് ഒരു എൻഗേജ്മെന്റ്, വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പരിപാടിക്ക് പുറമെ മറ്റ് പരിപാടികളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരത്തിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഈ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടില്ല. വ്യാജമാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള സാങ്കേതിക പരിശോധനകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള പരിശോധനകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വരുമ്പോൾ ഒരിക്കലും അതൊരു ഒറിജിനൽ ഐഡിയിൽ നിന്നായിരിക്കില്ല എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ തുടർ നടപടികളിലേക്ക് ഇതിനകം കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ ഇമെയിൽ ID ആയിരുന്നെങ്കിൽ പോലും ആ സന്ദേശം, ഈ ഭീഷണി സന്ദേശം അയച്ച വ്യക്തിയിലേക്ക് ഉടൻ തന്നെ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും അവിടെ വലിയ തോതിൽ പോലീസ് സന്നാഹം എത്തി പരിശോധനകളൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ആശങ്കകൾക്ക് നിലവിൽ വകയില്ല എന്ന് കരുതാമല്ലേ? തീർച്ചയായും മനു, ഏതായാലും ഇപ്പോൾ ഇവിടെ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അസ്വാഭാവികമായ ഒന്നും തന്നെ ഇതുവരെയുള്ള പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ പോലീസിന്റെ പരിശോധന കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബോംബ് സ്ക്വാഡ് തുടർന്നുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോട്ടലിനുള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പോലീസുകാർ ഇവിടെ ഉണ്ട്. ഇതിനുള്ളിൽ ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പോലീസിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് ഈ ഭീഷണി സന്ദേശം അയച്ചത് ആര് എന്നത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന, അത് സാങ്കേതികപരമായിട്ടുള്ള പരിശോധന പോലീസിലെ സൈബർ വിഭാഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിലവിൽ ഹോട്ടലിലുള്ളവർ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മനു, ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഫോർട്ട് മാനൂർ എന്ന് പറയുന്ന ഹോട്ടലിന് ബോംബ് ഭീഷണി. നിലവിൽ പരിശോധനയിൽ അത് വ്യാജമാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ശക്തമായ പരിശോധനയാണ് നടത്തിയത്. നിലവിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. പോലീസ് സംവിധാനങ്ങളും ബോംബ് സ്ക്വാഡും ഒക്കെ അവിടെയുണ്ട്. ഒപ്പം തന്നെ ഇത് ഏത് മെയിൽ ID-യിൽ നിന്നാണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത്തരത്തിലൊരു ഭീഷണി വരുമ്പോൾ അത് വ്യാജ ID ആവാനാണ് സാധ്യത. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ നിഗമനവും. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വ്യാജ ഇമെയിൽ ID ആണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ, ഇമെയിൽ സന്ദേശമാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്.